അപ്പൊ നമ്മുടെ ഈ ബിൽഡിംഗിലെ ഈ ഫിൽറ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ പറയുകയാണ്. അപ്പൊ ഇതിൽ 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഫിൽറ്റർ ഉണ്ട്, ഇവിടെ റിൻസ് ഉണ്ട്, ഇവിടെ ബാക്ക് വാഷ് ഉണ്ട്. എപ്പോഴും ഇതിൽ കിടക്കുന്ന ഫിൽറ്ററിലായിരിക്കും. ഓക്കെ, ഫിൽറ്ററിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്, ഫിൽറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടുന്ന് ടാങ്കിൽ നിന്നുള്ള വെള്ളം വേണ്ടോ, ഇതാണ്, ഇത് ഓണാണ്. ഇവിടെ നേരെ വന്ന് അപ്പുറത്ത് വന്ന് ഇതിനകത്തുകൂടി കയറുന്നു, ഫിൽറ്റർ ചെയ്തിട്ട് ഇപ്പുറത്തുകൂടി പോകുന്നു, എല്ലാത്തിലും പോകുന്നു. ആ സിസ്റ്റം ഉണ്ട്. അതോടൊപ്പം തന്നെ നോക്കട്ടെ, ഈ ഇൻലെറ്റിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു പൈപ്പ് മറ്റേ മോട്ടറിന്റെ കണക്ഷൻ കൂടി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് കണക്ഷൻ. അത് ബാക്ക് വാഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബാക്ക് വാഷ് എങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യവും ക്ലിയർ ആയി കിട്ടും. ഓക്കെ, അതായത് ബാക്ക് വാഷ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ടാങ്കിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലോ കട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ അടയ്ക്കുന്നു, ഇത് നമ്മൾ അടച്ചു. അപ്പൊ നമ്മൾ വേറെ ഇവിടെ സ്വിച്ച് കൂടി ഉണ്ട്, മോട്ടറിന്റെ സ്വിച്ചാണിത്. ഇത് ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും ആക്ച്വലി മോട്ടറിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന സംവിധാനം വെച്ചിട്ടില്ല. പക്ഷെ ബാക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട്, ബാക്ക് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഈ മോട്ടർ ഓൺ ചെയ്യേണ്ട കാര്യമുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമ്മൾ ഇവിടുത്തെ വാൽവ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, മുകളിലെ ടാങ്കിൽ വെള്ളം ഇതിലോട്ട് വരില്ല. ഓക്കെ, ഇനി ഇതിലോട്ട് വരാനായിട്ട് മോട്ടറിന്റെ വാൽവ് ഓൺ ചെയ്യണം. അത് നമുക്ക് ഓൺ ചെയ്യാൻ എങ്ങനെ പോവാം? അമ്മോ, അതായത് ഇപ്പുറത്ത് നന്നായി എടുത്തു, എന്നാലും കാണില്ല. ഈ വശം നന്നായി എടുത്തു, ഇപ്പുറത്തോ നന്നായി കയ്യൊന്ന് പൊക്കി പിടിച്ചെടുക്കും. ഇവിടെ 2 വാൽവ് നമുക്ക് കാണാം. ഒന്ന് ഇത് ഈ ഇൻലെറ്റ് ആണ്, നേരെ മോട്ടറിൽ നിന്ന് ടാങ്കിലേക്ക് ചാടുന്ന വെള്ളം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് വയ്ക്കും, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മോട്ടർ ഓൺ ചെയ്താലും വെള്ളം മുകളിലോട്ട് പോകില്ല, ഇവിടെ സ്ട്രക്കായി നിൽക്കും. പകരം ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വെള്ളം മോട്ടർ ഓൺ ചെയ്താൽ ഈ വെള്ളം നേരെ ഫിൽറ്ററിലേക്ക് വരും. ഓക്കെ, ഫിൽറ്ററിലേക്ക് വരും. ആ ഫിൽറ്റർ വരും, നമുക്ക് അത് കൊടുക്കാം. അപ്പൊ ഈ ഫിൽറ്ററിൽ ഇതുവഴിയാണ് വരുന്നത്, ഇതുവഴി അകത്തോട്ട് കയറും, ഇതുവഴി അകത്തോട്ട് കയറാം, ഇതുവഴി നേരെ അകത്തോട്ട്, നമ്മൾ അവിടെ തുറന്നു വിട്ടിട്ട് ഇതുവഴി അകത്തോട്ട് കയറും. അപ്പൊ ഇവിടെ കിടക്കുന്ന ഫിൽറ്ററിലാണെന്ന് ഓർക്കണം, മോട്ടർ ഓഫ് ആണെന്ന് ഓർക്കണം. അപ്പൊ നമ്മൾ ഈ ഫിൽറ്ററിൽ നിന്ന് വെള്ളം, ഇവിടെ ഒരു വെള്ളമില്ല. ഇപ്പൊ നമുക്ക് ഈ വെള്ളം എങ്ങനെ വരുന്നത് നോക്കാം. അതിനാണ് ഇത് ഓപ്പൺ പൈപ്പ് ഇട്ടിരിക്കുന്നത്. എന്തിനാ കാരണം, വെള്ളം ക്ലിയർ ആവുന്നവരെ നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ 10 ദിവസം കൂടുമ്പോഴാണ് ഇത് ഫിൽറ്റർ ചെയ്യേണ്ടത്. നമ്മളിവിടെ പറയാൻ പോകുന്നത് 7 ദിവസം കൂടുമ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഓക്കെ, അതിന് നിങ്ങളുടെ എല്ലാവരും സഹകരണം എനിക്ക് ആവശ്യമാണ്. എല്ലാ റൂമുകാരും ഓരോ ദിവസം വന്ന് ഈ ഡ്യൂട്ടി സ്വയം ഏറ്റെടുക്കണം. എന്നാൽ നല്ല വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് ക്ലോഗ് ചെയ്ത് ചീത്ത വെള്ളമാണ് നമുക്ക് വരാൻ പോണത്. ഇനി നമുക്കിവിടെ നോക്കാം, ഈ ഫിൽറ്റർ എന്നുള്ള ആദ്യം നമ്മൾ ബാക്ക് വാഷിലിടാൻ പോണ്. ബാക്ക് വാഷ് കഴിഞ്ഞിട്ട് റിൻസിലിട്ട് വീണ്ടും ഫിൽറ്ററിലിടും. അപ്പോൾ വെറുതെ സിമ്പിൾ ആണ്, ഒന്നുമില്ലതേ, വെറുതെ അങ്ങനെ താത്തി ഇവിടത്തിൽ ഇങ്ങനെ എടുത്തു, ബാക്ക് വാഷ് ഓപ്പൺ ഇട്ടു. അപ്പൊ ഇതിനകത്തുള്ള വെള്ളം പോകും. ഒന്നുകൂടി കാണിക്കാം. ഇത് നേരെ ഫിൽറ്ററിലാണ് ഇവിടെ കിടക്കുന്നത്, ഇത് ഫിൽറ്ററിൽ കിടക്കുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ബാക്ക് വാഷ് ചെയ്യാനായിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തിരിച്ചതേ ബാക്ക് വാഷ് ഈ പൊസിഷനിൽ കൊണ്ട് വീണ്ടും ഇട്ടു, ഒരു ലിവർ പോലെ. അപ്പൊ ഈ ഫിൽറ്ററിന്റെ ഈ വാൽവ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇവിടെ കുറച്ച് വെള്ളം പോയി, അത് ഇതിനകത്തുള്ള വെള്ളമാണ് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിതെല്ലാം ഓൺ ആണ്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, മോട്ടറിലെ വെള്ളം ഇതിലൂടെ പമ്പ് ചെയ്യും, ഫിൽറ്ററിലൂടെ കംപ്ലീറ്റ് ക്ലോഗിങ് ഉണ്ടെങ്കിൽ അനാവശ്യമായ വേസ്റ്റ് ഒക്കെ പോകും. ഇനി നോക്കൂ, ഇവിടുത്തെ വെള്ളം കളർ മാറുന്നു വരും, കളർ ഉണ്ടെങ്കിൽ കളർ ഉണ്ടാകാൻ സാധ്യതയില്ല. മോട്ടർ ഓൺ ചെയ്തു, ഇപ്പൊ വെള്ളം ഇവിടെ വരും. മോട്ടർ ഓൺ ചെയ്തപ്പോൾ അത് വഴി വെള്ളം ഇങ്ങനെ വരും, കണ്ടോ, വെള്ളം വരാൻ തുടങ്ങി. ചെറിയൊരു മഞ്ഞ കളർ ടാങ്കിലേക്ക് പോയില്ല, അല്ല സോറി ഫിൽറ്ററിനകത്ത് എല്ലാ ഫിൽറ്ററിലുള്ള വേസ്റ്റ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ വരും. ഇത് നമ്മളിട്ട് ഒരു 3 മിനിറ്റ്, 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മതി. 3 മിനിറ്റിനകത്ത് ഇത് കംപ്ലീറ്റ് വെള്ളം അങ്ങനെ കറങ്ങി ആ ഫിൽറ്ററിലൂടെ അഴുക്ക് വല്ലതുണ്ടെങ്കിൽ അതിലൂടെ പോയി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇപ്പൊ തെളിവെളിവായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് മോട്ടർ ഒന്ന് ഓഫ് ചെയ്യാം. ഈ മോട്ടർ ഓഫ് ചെയ്യാം. ഓക്കെ, ഈ മോട്ടർ ഓഫ് ചെയ്തിട്ട് ഇതിന് റിൻസിലിടുക. അതുപോലെ തന്നെ എടുത്ത് റിൻസ് ഇവിടെ മുകളിൽ റിൻസ് ഇട്ടതിന് ശേഷം വീണ്ടും മോട്ടർ ഓൺ ചെയ്യുക. അപ്പൊ ഫിൽറ്ററിന് ഒന്ന് മൊത്തം എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ വാട്ടർ ഒന്ന് റിൻസ് ചെയ്യും, കംപ്ലീറ്റ് വൃത്തിയാക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടെ റിൻസിലിട്ടു. ഇപ്പൊ റിൻസിലാണ്. റിൻസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, നല്ല വെള്ളം, ക്ലിയർ വെള്ളമാണ് വരുന്നത്. കണ്ടില്ലേ, വെള്ളം കണ്ടില്ലേ, കംപ്ലീറ്റ് ക്ലിയർ ആയി. ഇത് ക്ലിയർ ആയി എന്ന് ഉറപ്പ് വരുത്തി, ഇവിടെ ഒരു തരി പോലും മഞ്ഞയില്ല, നല്ല ക്ലിയർ ആയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മളിവിടെ മോട്ടർ ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തതിനു ശേഷം ഇതിന് നേരെ ഫിൽറ്ററിലോട്ട് ഫിൽറ്ററിലിട്ട് കഴിഞ്ഞു. ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇവിടെ മുകളിലത്തെ ടാങ്കിൽ വെള്ളം ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ഓൺ ചെയ്യുന്നു. വാൽവ് ഓൺ ആക്കി മുകളിലെ ടാങ്കിൽ വെള്ളം കറക്റ്റ് ആയിട്ട് ഇതിലോട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ അവിടെ മോട്ടർ അത് കറക്റ്റ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ വീണ്ടും സംഭവിക്കാൻ പോകണം എന്താണെന്ന് അറിയാമോ, മോട്ടർ വെള്ളം കഴിയുമ്പോൾ ഓൺ ആവും, പക്ഷെ വെള്ളം കൊണ്ട് കിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ വാൽവ് ലാസ്റ്റ് ആയിട്ടുമാണ്. ഇവിടുത്തെ വാൽവ്, ഈ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്തു മുകളിലേക്ക് പോകാനായിട്ട്. അതോടൊപ്പം നമ്മൾ ഫിൽറ്ററിലേക്ക് പോകണ വാൽവ് ഇവിടെ ക്ലോസ് ചെയ്ത്, ഫിൽറ്ററിലേക്ക് പോകണ വാൽവാണ് അത് ക്ലോസ് ചെയ്തത്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽട്രേഷൻ കഴിഞ്ഞു. മൊത്തം എടുക്കുക ഒരു 5 to 10 മിനിറ്റ്സ് എടുക്കും ടോട്ടൽ നമ്മൾ ഈ പ്രോസസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഈ റൂമിൽ താമസിക്കുന്ന 15 പേരും മറക്കാതെ തന്നെ ഈ കാര്യം ചെയ്യണം. ചെയ്താൽ സുന്ദരമായി ഈ വെള്ളം കുറേ നാളത്തേക്ക് നമുക്ക് കുടിക്കാം.
അല്ലെങ്കിൽ ക്ലോഗ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫിൽറ്റർ വഴി മാറ്റാം, അതിൻ്റെ സമയമൊക്കെ വരും, അങ്ങനെ കുറേ കാശൊക്കെ വീണ്ടും ചിലവാകും. 38,000 രൂപയോളം ഇപ്പോൾ ചിലവാക്കിയിട്ടാണ് ഈ സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.